ഹായ് ഗായ്സ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് ആണ്. PC മൊബൈലിലാണ് ഞാൻ കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് FC പോവാം. അപ്പോൾ എൻ്റെ ടീം പോർച്ചുഗലാണ്. ഇത്രയും പേരാണ് റൗണ്ട് 16 ആണ്. ഇത് വേൾഡ് കപ്പിൻ്റെ കേട്ടത്. ഇത് വേൾഡ് കപ്പാണ്. FC ഇതാക്കിയപ്പോൾ വേൾഡ് കപ്പ് ഇതായിപ്പോയി. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ പോർച്ചുഗലും ടർക്കിയും കേട്ടോ. പ്ലേക്ക് കയറുകയാണ്. ഓക്കെ ഗായ്സ്, റൗണ്ട് ഓഫ് 16 ആണ് കേട്ടോ. വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 16 നല്ല പ്ലേയേഴ്സിനൊക്കെ കിട്ടും കേട്ടോ ഇതിൻ്റെ അകത്ത്. എൻ്റെ ടീം പോർച്ചുഗലാണ്. ഞാൻ പോർച്ചുഗൽ ഫാനാണ്. ക്രിസ്ത്യാനോ ഉണ്ട്, പിന്നെ ഡിയാഗോ കോസ്റ്റ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ആണ് എൻ്റെ കിക്ക് ഓഫാണ്. പോർച്ചുഗലിന് കിക്ക് ഓഫാണ്. ഞാൻ വൈറ്റാണ്. പോർച്ചുഗൽ. ഓക്കെ, കിക്ക് ഓഫ്. അവന് പാസ് കൊടുത്ത മാറിപ്പോയി. അപ്പോൾ നമുക്കത് എടുക്കാം. ഫസ്റ്റ് ആണ്. ഓക്കെ, അയ്യോ എന്താ കാട്ടിയുടെ. ഓക്കെ, ഫസ്റ്റ് ആണ് ഗോൾ അവണ്ട. നോ പ്രോബ്ലം. ക്രിസ്ത്യാനോ അടിക്കും. എന്തോ നർവസ്. ക്രിസ്ത്യാനോ ഗോൾ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫസ്റ്റ് ഗോൾ തന്നെ ക്രിസ്ത്യാനോ അടിച്ചിരിക്കുന്നു ഗായ്സ്. അപ്പോൾ അടിച്ചു കണ്ടു. റീക്യാപ്പും ഇത് നല്ല ഒരു അവിടെ കട്ട് ചെയ്ത് നേരെ ഗോൾ. കെർവിങ് ആണ്. കെർവിങ് അടിക്കാൻ കെർവിങ് കൊടുത്തേ പറ്റും. സ്ട്രൈറ്റ്. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് ഇവന്മാരൊന്ന് കളിപ്പിച്ചാലോ. ഇത് തന്നെ ഒന്ന് സ്റ്റെപ്പ് കട്ടാവുന്നുണ്ട് കണ്ടോ. തന്നെ ഇത് ഇവന്മാർ ഇത് കണ്ടോ. ഫൗള് അവിടെ ആരും ഫൗള് ചെയ്തു. അവർ ഫൗള് ചെയ്തു. എന്താ വെച്ചാൽ അല്ലെങ്കിൽ അയച്ചു ചിലപ്പോൾ പോട്ടി പോകും. ക്രിസ്ത്യാനോ ഷിറ്റ്. പിന്നെയും പോയി. അപ്പോൾ ഒന്നാലും പാസ് ഇറക്കും. സ്ലൈഡ് ചെയ്തു. ഓക്കെ, വിക്ടീനിക്ക് റെഡ് കാർഡ്. അതെന്താണ് കാട്ടിയത് വിക്ടീനി? ഞാൻ സ്ലൈഡ് ചെയ്ത് ബ്ലോക്കൊക്കെ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. വിക്ടീനി അങ്ങനെ റെഡ് കാർഡിൽ പോയിരിക്കുന്നു. ഇനി 10 പ്ലേയേഴ്സും കൊണ്ട് ന്യൂനോ മെൻഡാൻഡസ്. ഓക്കെ, 10 പ്ലേയേഴ്സും കൊണ്ട് എന്ത് കളിക്കാം? പിന്നെ പ്രോബ്ലം നമുക്ക് കളിക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ കളിക്കുന്നതല്ല കളിക്കുക. അത്രേ ഉള്ളൂ. ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോയ്ക്ക് പാസ് കിട്ടുന്നുണ്ടല്ലോ. അത് അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോളാവില്ല. അത് അവിടെ നിന്ന് അടിച്ചാൽ അല്ലാണ്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഗോളൊക്കെ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടോ 1-0 ടർക്കീനെ നമ്മൾ ഇതാക്കി നിർത്തിയേക്കാണ്. ടർക്കിയുടെ കിക്ക് ഓഫ്. ഫസ്റ്റ് അതിനൊരു കിട്ടില്ല പാസ്. ബട്ട് നമുക്കത് എടുക്ക്. എന്ത് പറ്റിയത്? കുറച്ച് നാൾക്ക് ശേഷം കളിച്ചപ്പോഴേ അടിക്കാൻ പറ്റില്ല. അയ്യോ, അത് അവൻ എന്താ കാട്ടി. ഓക്കെ, 53-ാമത്തെ മിനിറ്റിൽ കോർണർ കിട്ടിയിരിക്കുന്നു. ക്രിസ്ത്യാനോ ഓട്ടിടുവന്നെ. അത്രേ ഉള്ളൂ. അവിടെ പെനാൾട്ടി. ഷിറ്റ്. അവിടെ അതെന്ത് പറ്റി? ഇങ്ങോട്ട് കിടക്കും ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് കണ്ടുപിടുത്തു. അത്രേ ഉള്ളൂ. ക്ലിയർ
പൊടി ഇത്രേ ഉള്ളൂ. നമ്മുടെ ഗോൾ കീപ്പർ മാസാണ്. ഡിയാഗോ കോസ്റ്റയാണ്. ഗോയ്സ് ഇപ്പം നല്ല സ്പീഡിൽ പൊക്കോണ്ടിരിക്കണം. അത് നമ്മൾ അങ്ങനെ നൈസായിട്ട് കടത്തിയിട്ട് അങ്ങനെ ജോനർവസ് അങ്ങനെ കിടിലം പാസ് ത്രൂ ഇട്ട് നേരെ ഒരു ഗോൾ കീപ്പറിനെ പറ്റിച്ച് ഇത് ഗോളാക്കിയിരിക്കുന്നു ഗായ്സ്. അതാണ്, അത്രേ ഉള്ളൂ. നൈസ് കളി. 2-0. അയ്യോ അയ്യേ ഇതെന്ത് ഒരെണ്ണം തന്നെ മാറിപ്പോവും. ക്യൂമാരുടെ എല്ലാ ടീമിന് നല്ല രസമാടി എഫ് കളിക്കാൻ. ഇപ്പം എന്താ പിന്നെ ഗൈസ് ഞാൻ പെസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് പെസ്സിൽ എന്തോ ഒരു കുഴപ്പം. എനിക്കത് ഫസ്റ്റ് തന്നെ ഡൗൺലോഡായിട്ട് നമുക്കിതാവും തന്നെയല്ല. ഒരിത് വേണം, ഇത്ര മിനിറ്റ് ഇതൊക്കെ വേണമെന്നൊരു ഡൗൺലോഡിങ് പോയിൻ്റ് കൊടുക്കും. ഞാൻ അങ്ങനെ കുറേയൊക്കെ ചെയ്തു നോക്കി. കുറേ നേരം നിന്നു അതേ തന്നെ, ഒരു മാറ്റമില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്തു. ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പെസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ പഴയ പോലെ അങ്ങനെ റാങ്കൊന്നും കാണില്ല. അയ്യോ ബ്രൂണോ കളയല്ലേ. ബ്രൂണോ ഫുൾ ടൈം ആയിരിക്കുന്നപ്പോൾ അങ്ങനെ ബ്രൂണോയും കളി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഇത് പോർച്ചുഗലും ടർക്കിയും കളി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാം. പറ്റുന്ന എല്ലാവർക്കും ഷെയർ കൊടുക്കുക. അപ്പോൾ നമുക്കിത് ആരൊക്കെ അടിച്ചെന്ന് നോക്കാം കേട്ടോ. പെർഫോമൻസ് അങ്ങനെയല്ല നോക്കാം. ഇതിൽ സ്റ്റാറ്റസ് കിട്ടിപ്പോൾ കുറച്ച് പ്ലെയർ ഓഫ് ദി മാച്ച് ഒരു പാസും ഒരു ഗോളും ടർക്കിയിൽ ഇവ. ഓക്കെ പ്ലെയർ ഓഫ് ദി ഇത് ക്രിസ്ത്യാനോയ്ക്കാണ് കിട്ടിയത്. ഓക്കെ ഏകദേശം ഷോർട്ട് അടിച്ചാണ് 3-3 അടിച്ചു. 2 കയറി, ഒരെണ്ണം പുറത്തേക്ക് കൊണ്ടുപോയി. ശരി എന്ന് തോന്നുന്നു. പിന്നെ അപ്പുറത്തേലാണെങ്കിൽ ഒരെണ്ണത്തിൽ ഒരെണ്ണം അടിച്ചു. പിന്നെ 58 പൊസിഷൻ പോർച്ചുഗൽ. അത്ര എളുപ്പമുണ്ട്. പൊസിഷൻ അപ്പുറത്ത് 42. പിന്നെ പ്ലേ അക്യൂറസി 80 ഉണ്ട് കേട്ടോ. നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ ഫൗള് 2, ഓഫ് സൈഡ് 0. അപ്പുറത്താണെങ്കിൽ പാസ് 70%, ഫൗൾ 1, ഓഫ് സൈഡ് 0. പിന്നെ സ്റ്റാറ്റസ് ആണെങ്കിൽ ക്രിസ്ത്യാനോ ഗോൾ അടിച്ചിട്ട് ക്രിസ്ത്യാനോയും ജോനോവസും. പിന്നെ വേറെ ഒന്നുമില്ല. അസിസ്റ്റ് എന്നാണ് നമ്പർ. അത് അസിസ്റ്റ് ഒരെണ്ണം വിറ്റീനിയും പിന്നെ നോവസും കേട്ടോ. ദിവന്മാർ ഇത് ഫസ്റ്റ് ഗോളിൻ്റെ ക്രിസ്ത്യാനോ കൊടുത്തത്. സെക്കൻഡ് ഗോളിൻ്റെ ഇവൻ ജോനോവസ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ ഇത് പ്ലെയർ ഓഫ് ദി ഇത് ക്രിസ്ത്യാനോ ആണ്. ഓക്കെ പിന്നെ ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ. പിന്നെ ഗൈസ് ഒരെണ്ണുണ്ട് നമ്മുടെ എല്ലാവരും അർജൻറ്റീന അങ്ങനെ ജയിച്ചു കേട്ടോ. അർജൻറ്റീന 1-0 ജയിച്ചു. പിന്നെ ഇംഗ്ലണ്ട് ഇറ്റലിയിലെ ഇംഗ്ലണ്ടിന് 1-2 ഇറ്റലി ജയിച്ചു. പോർച്ചുഗലും ടർക്കിയും അത് 2. കൊളംബിയനെ തോൽപ്പിച്ചു 1-5 സീഗൾ. പിന്നെ ബ്രസീൽ 4 മുട്ടയ്ക്ക് ജയിച്ചു. ഫ്രാൻസ് 3 മുട്ടയ്ക്ക് ജയിച്ചു. ക്രൊയേഷ്യ 3-1 ജയിച്ചു. മൊറോക്കോ 1-0 ജയിച്ചു. സ്പെയിനൊക്കെ ഇതാക്കിട്ടോ. അപ്പോൾ നമ്മൾ ക്വാർട്ടർ ഫൈനലെത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ സൈനിങ് ഓഫ് വിത്ത് ആർക്കെ ബൈ അബിയേൽ ഗെയിമിംഗ് ആൻഡ് സ്പോർട്സ്. ഓക്കെ ബൈ.